ഹായ് ഫ്രണ്ട്സ് ഇഷ്ടമായിട്ടപ്പാ ഹീറോയ്ക്ക് ഭയങ്കര വീണ് അതിന് എല്ലാവരും ഷോക്കായിട്ട് ഹീറോയിൻ നോക്കുമായിരുന്നു എന്നിട്ട് കാര്യം അറിഞ്ഞായിരുന്നു ഹീറോയിൻ ഹീറോയിൻ മമ്മി ഡാഡി പറയായിരുന്നു എന്താടി ഇത് പറഞ്ഞു ബെഡ് നൈറ്റ് മമ്മി ഡാഡി എന്ന് പറയായിരുന്നു അങ്ങനെ ബേബീനെ ഹീറോയ്ക്ക് കളിക്കാൻ മനസ്സ് വന്നില്ലായിരുന്നു ഇതാരെ ഡാഡിയെന്ന് പറയുന്നത് ഹീറോയിൻ തയങ്ങിയിട്ട് പി ടി എസ് മെമ്പർ 7 പേരെ പേര് പറയുമ്പോൾ അവർക്ക് ഷാക്കായിരുന്നു അവർ കൂടെ ഉണ്ട് അൺഡ്രസ് എന്ന് പറഞ്ഞ് ആ ഹീറോയിൻ്റെ ചേട്ടൻ തിരു വിളിക്കായിരുന്നു ഹീറോയിനെ കണ്ട് കഥ ചെയ്യാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ ടേസ്റ്റ് തുടങ്ങി ഹീറോ പറയുന്നു ചേട്ടനോട് പറയാൻ പാടില്ല ആരോട് പറയാൻ പാടില്ല എന്ന് പറയായിരുന്നു അങ്ങനെയായിട്ട് അവർക്ക് മിലിറ്ററി അങ്ങനെ ഇങ്ങോട്ട് എല്ലാം പോയിട്ട് ഇതിനായിട്ട് കുറച്ച് വർഷമായിരുന്നു അവർക്ക് അവർ പോയിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായിരുന്നു ഹീറോയിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തിൽ അവർ വന്നായിരുന്നു വന്ന് നോക്കുമ്പോൾ അവർക്ക് ഷാക്കായിരുന്നു അതെ വീട് വന്ന് നോക്കുക അവർക്ക് ഷാക്കായിരുന്നു അത് മാത്രമല്ല അവർ വീട്ടിൽ നോക്കുമ്പോൾ ബേബീസിൻ്റെ വോയിസ് കേൾക്കായിരുന്നു ബേബീസ് കാരീനസ് വോയിസ് കേൾക്കായിരുന്നു ഇപ്പം ബേബീസ് ഇപ്പം വളർന്നതല്ല ഇപ്പം ബേബീസൊക്കെയല്ല ഇപ്പം ബേബീസ് കുറച്ച് വളർന്നു അവർക്ക് ഭയങ്കര ഷൂട്ടിങ് അത് ഇത് ഭയങ്കര ബിസിയായിരുന്നു ഇപ്പം ബേബീസൊക്കെ പറഞ്ഞാൽ ഇപ്പം ബേബീസൊക്കെയല്ല 4 വയസ്സായി അതെ 4 വയസ്സായി അവർക്ക് ഷൂട്ടിങ് അത് ഇത് ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് അവർക്ക് മറന്നു പിന്നെ ഓർമ്മ വന്നായിരുന്നു ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിരുന്നു അങ്ങനെയായിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല ഹീറോയിനെ കാണാൻ വേണ്ടി വന്ന് നോക്കും ബേബീസിനാണ്ട് ഷാക്കായിരുന്നു 8 ബേബീസുണ്ട് എത്ര 7 ഒരു മാതിരി ഉണ്ട് 7 ബോയ്സ് ഒരു ഗേൾ ബേബി അത് ഹീറോയിൻ മാതിരി ഉള്ളത് 7 പേർക്ക് ബേബീസിനാണ് ഷാക്കായിരുന്നു എന്താടാ ഇത് എന്ന് പറയുന്നത് അതിന് ബേബീസ് അവർ 7 പേരെ നോക്കുമായിരുന്നു ആ ബേബീസൊക്കെ മനസ്സിലായില്ല ഡാഡി തന്നെ എല്ലാ ബേബീസും പോയി ഡാഡി എന്ന് ഹക്ക് ചെയ്തായിരുന്നു 7 പേരൊക്കെ ഷാക്കായിരുന്നു എന്താ ബേബിയാന്ത് അങ്ങനെ മാരേജ് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് മമ്മീനെ അവർ കറച്ച് ഒരുപാട് കഷ്ടപ്പെട്ടെ വേറെ വയ്യില്ല ശരി എന്ന് സമ്മതിച്ചിട്ട് അവർ വന്ന് നോക്കുമ്പോൾ അവർക്ക് ഷോക്കായിരുന്നു എന്താ ഇത് എൻ്റെ മകൻ മാത്രം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് 7 പേർ മമ്മി ഓടി വന്ന് നോക്കുമ്പോൾ അവരുടെ പേര് ജെറസ് മതുണ്ട് അത് കേട്ട് അവർക്ക് ഷാക്കറ് എനിക്ക് പേരക്കുട്ടിയാണ് അവർ മമ്മി ഡാഡി ഭയങ്കര കൊഞ്ച തുടങ്ങിയായിരുന്നു ബേബീസിനെ കണ്ടിട്ട് എനിക്ക് പേരക്കുട്ടി കിട്ടി എന്ന് പറഞ്ഞത് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കൊച്ചു അപ്പോൾ ചിന്നിന് മമ്മി പറയുന്നടാ എനിക്ക് ബേബി ഒളിച്ചടാ എന്ന് പറഞ്ഞാൽ അവർ കൊഞ്ചായിരുന്നു ഗേൾ ബേബിയാ വാ ബേബി എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു കൊഞ്ച തുടങ്ങിയായിരുന്നു ഹീറോ മമ്മി ഡാഡി അവർ വെളിയിൽ പോയിരുന്നു ഹീറോയിന് മമ്മിയുടെ ഡാഡി പറഞ്ഞു ബിസിനസ് മാനായിരുന്നു ഒരു കമ്പനി നോക്കുമായിരുന്നു കമ്പനി പറഞ്ഞ സോങ്സ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മൂവി ഡ്രാമകളെടുക്കുന്നത് അത് മാത്രമല്ല അതെല്ലാം ഷൂട്ടിങ് അതെല്ലാം എടുക്കും അതുപോലെ ബിസിനസ് മാൻ ഡയറക്ടറാണ് അത് മാത്രമല്ല മമ്മി പറഞ്ഞ ജഡ്ജ് കോടതിയിലെ ജഡ്ജാണ് അതുകൊണ്ട് അവർ വന്ന് നോക്കുക ഷാക്കായിരുന്നു എന്താ അവിടെ നടക്കുന്നു പറഞ്ഞ് പാരക്കുട്ടി എന്ന് പറഞ്ഞു അവർ കൊഞ്ച തുടങ്ങി അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു മാരേജ് വെക്കാമെന്ന് പറയുന്നു ഹീറോയ്ക്ക് ഒന്നും അറിയില്ല ഹീറോ വെളിയിൽ പോയിരുന്നായിരുന്നു അങ്ങനെയായിട്ട് ഹീറോ വരുമ്പോൾ ബേബീസ് ഇല്ല ഇത് കൊഞ്ച് തുടങ്ങിയായിരുന്നു അങ്ങനെയായിട്ട് അവർ പറയുന്നത് ഡാഡി വന്ന കാര്യം പറയണ്ട ബേബീസ് എന്ന് പറഞ്ഞ് അങ്ങനെയായിട്ട് അവർ മമ്മി ഡാഡിയുടെ പറഞ്ഞ് അവർ ഹീറോയിൻ്റെ മമ്മി ഡാഡി എടുത്തോണ്ട് ഞങ്ങൾ വെളിയിൽ പോകാമെന്ന് പറഞ്ഞു ഹീറോയിൻ ടയർഡായിട്ട് വന്നായിരുന്നു അങ്ങനെയായിട്ട് അവിടെ ഒരു വേലക്കാരുണ്ട് അമ്മ ഞാൻ ജോലിയിൽ കഴിഞ്ഞമ്മ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അവർ പോയിരുന്നു ഹീറോയി കൺഫ്യൂസായി ടയർഡാണ് എന്ന് ലോക്ക് ചെയ്തായിരുന്നു വീട്ടിൽ ആരും കാണുന്നില്ല അവരുടെ വെളിയിൽ പോയി ഹീറോയി പറഞ്ഞ് ഹീറോയി റൂമിൽ പോയിരുന്നു ഹീറോയി കുളിച്ച് ഫ്രഷായിട്ട് ഒരു തട്ട് ഇട്ടിട്ട് വെളിയിൽ വന്നായിരുന്നു ലൈറ്റ് ഒന്നുമില്ല ഇറിട്ടായിരുന്നു ലൈറ്റ് വെക്കാമെന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഓൺ ചെയ്തു ലൈറ്റ് ഓണായി ഹീറോയി ഷാക്കായിരുന്നു എന്ത് ലൈറ്റ് ഓണായില്ല പറഞ്ഞ് തിരിഞ്ഞ് നോക്കും 7 പേർ ഹീറോയിനെ കുറുക്കെ ഹീറോയിൻ ഞെട്ടിപ്പോയി ഇത് ഫേക്കാ അങ്ങനെയായിട്ട് ചിന്ന ഹീറോയിനെ വിളിച്ച് കിസ് വിട എന്ന് പറയുന്നത് അപ്പോൾ റിയൽ തന്നെ ബേബി എന്ന് പറയുന്നു എന്താ എന്ന് പറയുന്നു ഇല്ല എനിക്ക് മാരേജ് നമുക്ക് 7 പേർക്ക് കൂടെ മാരേജാ യെസ് ബേബി അവർ കണ്ണത്തെ കിസ് അടിച്ചായിരുന്നു നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം എന്ന് പറഞ്ഞു ഹീറോയിൻ എടുത്തുകൊണ്ട് പോയിരുന്നു അവരെല്ലാവരും കത്തലുണ്ടാക്കാൻ പോയിരുന്നു ഹീറോയ്ക്ക് ഡ്രസ്സ് അതെല്ലാം ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു ഇനി പാതി ഡ്രസ്സ് അളവ് എടുത്തരും ഷോപ്പിംഗ് ചെയ്ത് ബാക്കിയെല്ലാം ഹീറോയ്ക്ക് എല്ലാ സാധനവും ഇതായി ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇപ്പം ഹീറോയിൻ മൈലാഞ്ചി വെച്ചായിരുന്നു ഹീറോയിൻ എന്ന് പറഞ്ഞ ഹീറോയിൻ നോക്കുക മൈലാഞ്ചി വെച്ചായിരുന്നു ഹീറോയിൻ ചെറിയ ഓക്കെ എന്ന് പറഞ്ഞ ഹീറോയിൻ ഉറങ്ങായിരുന്നു രാവിലെ മാരേജ് ഹീറോയിനെ നല്ല റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഹീറോയ്ക്ക് ഷാക്കായിരുന്നു അത് വലിയൊരു താലിയാണ് 7 താലി 7 താലി എല്ലാം ജോയിൻ്റ് അവർ കെട്ടുമ്പോൾ എല്ലാം ജോയിൻ്റായി അത്
അങ്ങനെ വലിയ താലിയായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസായി, എന്താ എനിക്കാണ് മാരേജ്. എല്ലാവരും പറയായിരുന്നു. ഹീറോയിന് നിറയെ ഫ്രണ്ട്സ് എല്ലാം വന്നിരുന്നു. ആരെയും കൊണ്ട് ഹീറോയ്ക്ക് ഹാപ്പി ആയിരുന്നു. അത് നന്നായിട്ട് മാരേജ്, കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ വന്നിട്ടുണ്ട്. അത് കുറച്ച് ഇതാണ്, ഫ്രണ്ട്സ് ഫാമിലി മാത്രം വെച്ചിട്ടാണ് മാരേജ് നടക്കുന്നത്. മാരേജ് നന്നായിട്ട് നടന്ന ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ബേബീസ് കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹീറോയിന് ഉമ്മ പറയുന്നു, ഡാഡി ഇല്ലപ്പാ ബേബീസ് വാ എന്ന് പറഞ്ഞു. ഹീറോയിൻ എന്താ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് പറഞ്ഞു ഗസ്റ്റ് ഹൗസിലേക്ക് ഹീറോയി പോയായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ പോകാൻ പറഞ്ഞായിരുന്നു. എല്ലാവരും ഹീറോയിൻ്റെ വീട്ടിൽ താമസിക്കാൻ ഗസ്റ്റ് ഹൗസിൽ പോയായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ ഹീറോയി നോക്കുമ്പോൾ ഷാക്കായി നോക്കായിരുന്നു. എന്താന്ന് പറഞ്ഞായിരുന്നു. അവർ 7 പേരെ ഹീറോയിൻ ഒരുപാട് ലുക്ക് ഇടായിരുന്നു. ഹീറോയ്ക്ക് പേടിയാൻ തുടങ്ങിയായിരുന്നു. ഇവർ ലുക്ക് ശരിയില്ലല്ലോ എന്ന് പറയുന്നത്. ഒന്നുമില്ല, എനിക്ക് ബാത്റൂം പോകണം, പോയിക്കോ എന്ന് പറയായിരുന്നു. അങ്ങനെ ജിന്ന് പറയായിരുന്നു. ചെറിയ എല്ലാവരും എനിക്കുറുക്ക് നോക്കാം. ഹീറോയ്ക്ക് ചെറുക്കന്ന് ആ ഡ്രസ്സിൽ എന്തോ ഒരു കാര്യം എല്ലാം ഓർമ്മയില്ല എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ചെക്കായിരുന്നു. ഹീറോയിൻ ഇങ്ങനെ റെഡി വന്നത് ഡ്രസ്സ് ഷാരി പറഞ്ഞ ബാത്റൂം പോയി ഡ്രസ്സ് ഒരു നൈറ്റ് ഡ്രസ്സ് പറഞ്ഞിട്ടാണ് വന്നത് ഹീറോയിൻ. 7 പേര് ഹീറോയിനെ കുറുക്കുറുന്നൊക്കെ ഡ്രസ്സ് എന്നാൽ ഹീറോയിന് ഓരോ നാൾക്ക് ഇഷ്ടമാണ്. ഹീറോയിൻ നോ എന്ന് പറയുന്നത് അതേന്ന് കഥർന്ന് തുടങ്ങിയ ഹീറോയിൻ. ഹീറോയിൻ പാവം. ഹീറോയിൻ രാവിലെ ചോദിക്കുക എല്ലാം കയറ്റി പക്ഷെ ഉറങ്ങിയായിരുന്നു. പാവം ഹീറോയിൻ. ഹീറോയിൻ ഷുഗർ പാവം സൈലൻറ്റ് കഴിച്ച് പോയി കടിച്ച് വെച്ചിട്ട് ചങ്കുക്ക് മണ്ണല്ല രഗട് പറഞ്ഞ രഗട് തന്നെ എന്ന് പറഞ്ഞത്. ജെന്നു മോസില സോഫ്റ്റ് എന്ന് ചെയ്യാൻ ഹൂബ് മോസില സ്വാട്ട് യാറം നമ്മൾ അടിയോ ഇടുപ്പ് പൊളിച്ച യാറം എന്ന് പറഞ്ഞ ഫീ മോസിലപ്പ എന്ന് പറയുന്നു. ഈ ജിമ്മിന് എന്ന് പറഞ്ഞ ജിമ്മിന് ഉറക്കായിരുന്നു. അങ്ങനെ എല്ലാവരും ഉണർത്തിയായിരുന്നു. ഹീറോയിൻ കുറച്ച് ബ്രഷായിട്ട് വന്നു. എല്ലാവർക്കും ജ്യൂസ് അത് ഇതെല്ലാം കൊടുത്തായിരുന്നു. എല്ലാവരും ഹീറോയിനെ ഹാപ്പി ആയിട്ട് നോക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു ഹീറോയിൻ. അങ്ങനെ ഡേയ്സ് നന്നായിട്ട് പോകുന്നു. ഹീറോയ്ക്ക് വീണ്ടും ബേബീസ് ജനിച്ചായിരുന്നു. അത് ഹീറോയിൻ മുറുക്കിയായിരുന്നു. ബേബീസ് ഇപ്പോൾ ഡേയ്സ് പോകുന്നു. ബേബീസ് കുറച്ച് വളർന്നായിരുന്നു. ഇപ്പോൾ ബേബീസ്ക്കുള്ള 1 വയസ്സായി. ഇപ്പോൾ കുട്ടി ജനിച്ച 7 ഗേൾ ബേബിയാണ്. ഹീറോയിൻ മുറുക്കിയായിരുന്നു. 7 പേർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിനെ കൊഞ്ചായിരുന്നു. ഹീറോയ്ക്ക് അവർ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്. ബൈ ബൈ ടാറ്റാ.